തമിഴ്നാട്ടിൽ ചരിത്രം തിരുത്തുകയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. 144 MLA-മാരുടെ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. AIADMK പിളർന്ന ഒരു വിഭാഗം വിജയനൊപ്പം. ഇതോടെ കോൺഗ്രസിന്റെ 5 ഇടതു പാർട്ടികളുടെ 2 വീതവും MLA-മാരുടെ പിന്തുണ നിഷ്പ്രഭമായി. രാഹുലിന്റെ തമിഴ്നാട് സന്ദർശനത്തിന്റെ പൊലിമ മങ്ങിയിരിക്കുന്നു. വിജയ് ഞെട്ടിച്ചിരിക്കുകയാണ്. 108 പകരം 144 MLA-മാരുടെ പിന്തുണ നേടി. ഇനി കോൺഗ്രസിനും ഇടതിനും വഴങ്ങില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ തെരഞ്ഞെടുക്കപ്പെട്ട TVKക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷമില്ലായിരുന്നു. ദിവസങ്ങളിൽ നീണ്ട അനിശ്ചിതത്വം. ഒടുവിൽ കോൺഗ്രസ് ഉൾപ്പെടെ DMK സഖ്യത്തിൽ വിജയിച്ച ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കോൺഗ്രസ്, CPM, CPI, VCK, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ പിന്തുണയോടെ 120 MLA-മാരുടെ പിന്തുണ TVK ഉറപ്പാക്കിയിരുന്നു. CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെ 5 MLA-മാരെയും ചേർത്താണ് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള മാന്ത്രിക സംഖ്യയായ 118 കടന്നത്. കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള ഭൂരിപക്ഷം ശക്തമായ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. വിജയ് ഇപ്പോൾ സേഫ് സോണിലാണ്. കഴിഞ്ഞ മാസത്തെ തെരഞ്ഞെടുപ്പിൽ തന്റെ തമിഴക വെറ്റു ഘടകത്തെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സൂപ്പർ സ്റ്റാർ നടൻ. തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന സർക്കാർ രൂപീകരണത്തിലും DMK-യുടെയും AIADMK-യുടെയും 62 വർഷത്തെ പിടിമുറുക്കൽ തകർത്തിരിക്കുന്നു. ബുധനാഴ്ച നാടകീയമായ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചതിനു ശേഷം അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിയായി സ്ഥിരീകരിച്ചു. വിജയ്ക്ക് 144 MLA-മാർ പിന്തുണ നൽകിയപ്പോൾ 22 പേർ എതിർത്തു. 5 പേർ എതിർപ്പുമായി നിലകൊണ്ടു. ദ്രാവിഡ മുന്നേറ്റ കഴകവും അതിന്റെ 59 MLA-മാരും വാക്കൌട്ട് ചെയ്യുകയും അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 47 MLA-മാർ എതിർത്ത് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണിത്. വിസിൽ TVK-യുടെ അതായത് TVK-യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് വിസിൽ. വിസിൽ ചരിത്രം മാറ്റിമറിച്ചു എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നു. തന്റെ സിനിമ രാഷ്ട്രീയ ഛാപം പൂർത്തിയാക്കിയ വിജയ് ഫലത്തിന് ശേഷം പറയുന്നു, നമ്മൾ സ്വയം ന്യൂനപക്ഷ സർക്കാർ എന്ന് വിളിക്കും. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരാണ്. മെയ് 4-ന് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം TVKക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യമായി വരികയായിരുന്നു. വിജയുടെ പാർട്ടി 134 സീറ്റുകളിൽ 108 സീറ്റുകൾ തൂത്തുവാരുകയായിരുന്നു. രാഷ്ട്രീയ ദ്വന്ദ്വത്താൽ നയിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു യുവ പാർട്ടിക്ക് അവിശ്വസനീയമായ തിരിച്ചുവരവ്. എന്തായാലും തമിഴ്നാട് നിയമസഭയിൽ തമിഴ്നാട് സർക്കാരിൽ പിടിമുറുക്കാം എന്ന രാഹുൽ ഗാന്ധിയുടെ മോഹം ഇതോടെ ബലപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തകിടം മറിയുകയാണ്. ഇനി ആരുടെയും സഹായമില്ലാതെ, ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ വിജയ്ക്ക് തമിഴ്നാട് ഒറ്റയ്ക്ക് ഭരിക്കാം എന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടൊപ്പം അവിടെ വിള്ളലുകളും ഉണ്ടാവുന്നു. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വിശ്വസിക്കാത്ത ഒരു തലത്തിലേക്ക് മാറുകയാണ് ഈ ഇലക്ഷന് ശേഷം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.